മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിന് ശാന്തിയും ആത്മാവിന് ഉണർവ് നേടാനുള്ള ഒരു പ്രാക്ടീസാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള 4 ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത്, മനസ്സ് വളരെയധികം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. ഡെയിലി ലൈഫിൽ ഒരുപാട് ചിന്തകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നമ്മൾ മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുകയും അതുപോലെ ചിന്തകളിൽ നിന്ന് മോചിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് കൂടുന്നു എന്നതാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിൽപ്പെട്ട് പോകുന്നു. നമ്മുടെ ബിസിനസ്, ജോലി, പല തിരക്കുകൾ, അതുപോലെ വീട്ടുകാര്യങ്ങളിൽ പെട്ടു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട്. മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശബ്ദം അഥവാ ഇന്നർ വോയിസ് കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഞാൻ ആരാണ്, എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കാറുണ്ട് ഈ മെഡിറ്റേഷൻ അഥവാ ഈ ധ്യാന പരിശീലനത്തിലൂടെ. മൂന്നാമത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നതാണ്. ബ്ലഡ് പ്രഷർ കുറയുന്നു, അതുപോലെ ഉറക്കത്തിൻ്റെ ഗുണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ശരീരം വളരെയധികം റിലാക്സ്ഡ് ആവുന്നു. ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും വളരെയധികം സഹായിക്കാറുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന പ്രധാന ഹോർമോണുകളാണ് സെറാട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, മെലാറ്റോണിൻ, ഓക്സിറ്റോക്സിൻ തുടങ്ങിയവ. സെറാട്ടോണിൻ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുമ്പോൾ എപ്പോഴും സന്തോഷം നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ ഡോപ്പമിൻ എപ്പോഴും ഉത്സാഹം, പ്രചോദനവും നൽകാറുണ്ട്. അതുപോലെ മെലാറ്റോണിൻ നന്നായി ഉറക്കത്തെ സഹായിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഹോർമോൺസുകൾ നമ്മുടെ ബോഡിയിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കോർട്ടിസോൾ എന്ന മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം ഉന്മേഷത്തോടുകൂടെ ഒരു ദിവസത്തെ കൊണ്ടുപോകാൻ നമ്മളെ ഈ മെഡിറ്റേഷൻ സഹായിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കി നമ്മൾക്കു വേണ്ടി ഒരു ദിവസം ഒരു 15 മിനിറ്റ് മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തിനു വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.